ഞാനൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റാറില്ല. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തിരിച്ചറിയാതെ തന്നെ ഒരിക്കലും എനിക്ക് തിരികെ ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല. എൻ്റെ വണ്ടിയുടെ താക്കോൽ തന്നെ വിശ്വസിച്ചേൽപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് താൻ പുറത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞത്. അതിനിടയ്ക്ക് ചുമടെടുക്കാനൊക്കെ പോയി അല്ലേ? ജീവിക്കേണ്ട സാർ. നല്ല കാര്യം. അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. തന്നെ വെറുക്കുന്നവർക്ക് പോലും. ഞാൻ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഭാഗത്ത് ശരി എനിക്കറിയാമായിരുന്നു സാർ. അതുകൊണ്ട് ഇനി ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കാനായിരുന്നു എൻ്റെയും മഞ്ജുവിൻ്റെയും തീരുമാനം. എന്നാ ഇനി ആ തീരുമാനം മാറ്റിക്കോ. താൻ എന്നെ ശല്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തൻ്റെ സേവനം എനിക്ക് ആവശ്യവുമാണ്. പിന്നെ സത്യസന്ധനായ തന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടതിന് ഞാൻ തനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ. സാർ, അതൊന്നും വേണ്ട സാർ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ദാ വാങ്ങിക്ക്. ഇത് ഞാൻ തനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയായിരുന്നു. സാർ, ഇനി എൻ്റെ അധ്വാനത്തിൻ്റെ കൂലി മാത്രം മതി സാർ. അല്ലാതെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് താൻ വാങ്ങണം. ഞാൻ ചെയ്തിരുന്ന ജോലിയുടെ കൂലി സാർ കൃത്യമായിട്ട് തന്നല്ലോ. അത് മാർക്കോ വശം മഞ്ജുവിനെ ഏൽപ്പിക്കുകയും സാർ ചെയ്തല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടോ. എനിക്ക് ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഇതെൻ്റെ ഒരു സന്തോഷമാണോ. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷം. പിടിക്ക്. മടിച്ചു നിൽക്കാതെ വാങ്ങിക്കടോ. ഇത് താൻ വാങ്ങിയില്ലെങ്കിലേ എനിക്ക് വിഷമമാവും. ഇതാ. തൻ്റെ കൈകളൊന്ന് കാണിച്ചേ. കാണിക്കടോ. തഴമ്പ് പൊട്ടിയായിരുന്നു അല്ലേ? സാരമില്ല, അതിനും മരുന്ന് എൻ്റെ കൈവശമുണ്ട്. ഇങ്ങനെ വേണോടോ ആണുങ്ങളായ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം കുടുംബം പോറ്റണമെന്ന് ഒരു വാശി ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ വിജയിക്കൂ. ഇനിയിപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് സന്തോഷിക്കാം, തന്നെ ഓർത്ത്. നല്ലൊരാണിനൊപ്പമാണ് അവൾ കഴിയുന്നതെന്നോർത്ത്. ഇനി കണ്ണനും മഹാലക്ഷ്മിയൊക്കെ വഴിക്ക് വരുവിടോ. അവരൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ചു തുടങ്ങും. ആരും സഹായിച്ചില്ലെങ്കിലും വെറുക്കാതിരുന്നാൽ മതിയായിരുന്നു സാർ. ആരുടെയും കാരണം എനിക്കും മഞ്ജുവിനും വേണ്ട. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാനും ഒന്നിച്ച് ജീവിക്കാനും തന്നെയാണ് കൂടിച്ചേർന്നത്. ഇനി മരണത്തിനല്ലാതെ ഞങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല സാർ.